Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും അവസാനം പഠിച്ച ആശയം ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ എന്നുള്ളതാണ്. ആ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് സെൻറ്റർ അറിയാത്ത ഒരു സർക്കിളിൻ്റെ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഒരു സർക്കിൾ തന്നു, സർക്കിളിൽ സെൻറ്റർ ഏതാണെന്ന് നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഇത് കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് വരച്ച സർക്കിൾ ആയതുകൊണ്ട് ഇതിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് നമുക്കറിയാം. ഓക്കെ, അതേ സ്ഥാനത്ത് നമ്മൾ ഒരു കോയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു സർക്കിൾ വരയ്ക്കുന്നതെങ്കിൽ ആ സർക്കിളിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സർക്കിളാണ് ഇതെന്ന് വിചാരിക്കുക. എങ്കിൽ ആ സർക്കിളിൻ്റെ സെൻറ്റർ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം? ഇത് സെറ്റ് സ്ക്വയർ ആണ്. സെറ്റ് സ്ക്വയർ ഈ രീതിയിൽ വെക്കാം. അതായത് ഈ 90 ഡിഗ്രി വരുന്ന വെർട്ടെക്സ് സർക്കിളിലെ ഒരു പോയിന്റിൽ വരുന്ന രീതിയിൽ വെച്ചാൽ ഇതിൻ്റെ ഒരു എഡ്ജ് സർക്കിളിനെ ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്ന ഒരു പോയിൻ്റ് ഉണ്ടാവും. ആ പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ എഡ്ജും സർക്കിളിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അങ്ങനെ രണ്ട് പോയിൻറ്റ്സ് കിട്ടിയാൽ ആ രണ്ട് പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് വരച്ചാൽ that will be diameter of the circle. ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും. ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ സെൻറ്റർ എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എക്സാക്റ്റ് പോയിൻ്റ് ഏതാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പറയാം ഈ സർക്കിളിൻ്റെ സെൻറ്റർ ഈ ഡയമീറ്ററിൽ എവിടെയോ ആണ്. ഓക്കെ, ഈ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ഒരു ഡയമീറ്റർ കൂടെ വരയ്ക്കുന്നു. അപ്പോൾ ആ ഡയമീറ്റർ ഈ ഡയമീറ്ററിനെ ഇൻ്റർസെക്റ്റ് ചെയ്യും. ഡയമീറ്റർ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് രണ്ട് ഡയമീറ്റേഴ്സും കൂടെ പാസ് ചെയ്യുന്ന ഒറ്റ പോയിൻ്റ് ഏതാണോ ആ പോയിൻ്റ് ആയിരിക്കും സെൻറ്റർ ഓഫ് ദ സർക്കിൾ. അപ്പോൾ ഈ സെറ്റ് സ്ക്വയർ വീണ്ടും മാറ്റി വെക്കുന്നു. ഈ പോയിൻ്റ് നേരത്തെ ഉള്ള സ്ഥലത്തല്ല ഇപ്പം വെച്ചിരിക്കുന്നത്, വേറൊരു പോയിൻറ്റിലാണ്. അപ്പോൾ ഈ എഡ്ജ് സർക്കിളിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ്, അതേപോലെ തന്നെ ഈ എഡ്ജും സർക്കിളിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ പോയിൻ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് ലൈൻ സെഗ്മെൻറ്റ് വരച്ചാൽ വിൽ ഗെറ്റ് ദ നെക്സ്റ്റ് ഡയമീറ്റർ. ഓക്കെ, ഒരു ഡയമീറ്ററും കൂടെ കിട്ടും. നൗ യു ക്യാൻ സീ ദാറ്റ് these two diameters intersect at a point. ഈ പോയിൻ്റ് ആയിരിക്കും സർക്കിളിൻ്റെ സെൻറ്റർ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഈ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ എന്നുള്ള ആശയം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്താൽ നിങ്ങൾക്ക് കാണാം. ഇതാണ് സർക്കിൾ. ആ സർക്കിളിൻ്റെ സെൻറ്റർ അറിയില്ല. അപ്പോൾ സെറ്റ് സ്ക്വയർ വെച്ചിരിക്കുന്ന രീതിയാണത്. ഈ പോയിൻറ്റും മാർക്ക് ചെയ്തു, എന്നിട്ട് ജോയിൻ ചെയ്തു, ഡയമീറ്റർ കിട്ടി. അതാണ് ഈ ഡയമീറ്റർ. അപ്പോൾ ഇവിടെ ആയിരുന്നു സെറ്റ് സ്ക്വയറിൻ്റെ വെർട്ടെക്സ്. വെർട്ടെക്സ് കുറച്ചും കൂടെ മാറ്റി. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പോയിൻറ്റ് റൈറ്റ് ആംഗിൾ നിന്ന പോയിൻ്റാണിത്. ആ വെർട്ടെക്സ് സ്ഥിതി ചെയ്ത പോയിൻ്റാണിത്. വീണ്ടും സെറ്റ് സ്ക്വയർ ഇങ്ങോട്ട് മാറ്റി വെച്ചു. അതിൻ്റെ റൈറ്റ് ആംഗിൾ ഇവിടെയാണ്. ആ സമയത്ത് കിട്ടുന്ന ഡയമീറ്ററാണിത്. അപ്പോൾ രണ്ട് ഡയമീറ്റേഴ്സും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഈ പോയിൻ്റ്. ദിസ് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഇനി പേജ് 42, 43, 44 ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Suppose we draw a circle with the bottom side
of the triangle in the picture as diameter. Find out whether top corner of each triangle is inside the circle, on the circle or outside the circle. അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ നിങ്ങൾ വരയ്ക്കുക. ഈ ഫിഗർ വരയ്ക്കുമ്പോൾ എക്സാക്റ്റ് മെഷറോടുകൂടി വരയ്ക്കണമെന്നില്ല. ഒരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുന്നു. എന്നിട്ട് ഏകദേശം ഇതിൻ്റെ മിഡ് പോയിൻ്റ് നേരെ മേലെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് ആ പോയിന്റിൽ നിന്ന് രണ്ട് എൻഡിലേക്കും ജോയിൻ ചെയ്യുക. ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ആവുന്ന രീതിയിൽ ആയിരിക്കണം ഈ പോയിൻ്റ് എടുക്കേണ്ടത്. എന്നിട്ട് അവിടെ 110 എഴുതുക. കുറച്ചും കൂടെ മേലെ ഏകദേശം റൈറ്റ് ആംഗിൾ വരുന്ന രീതിയിൽ ഒരു പോയിൻ്റ് എടുത്തുകൊണ്ട് ജോയിൻ ചെയ്യുക. അവിടെ 90 മാർക്ക് ചെയ്യുക. കുറേയും കൂടെ മേലെ ഒരു പോയിൻ്റ് എടുത്ത് ജോയിൻ ചെയ്യുക. അവിടെ 70 മാർക്ക് ചെയ്യാം. ഓക്കെ, കൃത്യമായ മെഷേഴ്സ് വേണമെന്നില്ല. കാരണം ഈ മെഷേഴ്സിലുള്ള ആംഗിൾസ് കൺസ്ട്രക്ട് ചെയ്യാനല്ല നമ്മൾ പറയുന്നത്. നമ്മളൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുകയാണ്. ഇപ്പോൾ റഫ് ഫിഗർ മതി എന്ന് മനസ്സിലാക്കുക. ഇനി ചോദ്യം ഇതാണ്, ഈ സൈഡ് ഡയമീറ്റർ ആയിട്ട് സർക്കിൾസ് വരയ്ക്കുകയാണെങ്കിൽ വി ഡ്രോ സർക്കിൾ വിത്ത് ദ ബോട്ടം സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ഇൻ ദ പിക്ചർ. ഒരു സർക്കിൾ വരയ്ക്കുന്നു. ആ സർക്കിളിൻ്റെ ഡയമീറ്റർ ഇതായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിഡ് പോയിൻറ്റിൽ കോമ്പസ് വെച്ചിട്ട് പെൻസിൽ ഈ എൻഡിലും തൊടുന്ന രീതിയിൽ ഒരു സർക്കിൾ വരച്ചാൽ ഫൈൻഡ് ഔട്ട് വെദർ ദ ടോപ്പ് കോർണർ ഓഫ് ഈച്ച് ട്രയാങ്കിൾ ഈസ് ഇൻസൈഡ് ദ സർക്കിൾ, ഓൺ ദ സർക്കിൾ ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ. അപ്പോൾ ഈ വെർട്ടെക്സ് ആ സർക്കിളിൻ്റെ ഉള്ളിലാണോ പുറത്താണോ സർക്കിളിലാണോ, അതേപോലെ ഈ പോയിൻറ്റും ഈ വെർട്ടെക്സ് ഓക്കെ ഈസ് ഓൺ ദ സർക്കിൾ, ഇൻസൈഡ് ദ സർക്കിൾ ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ. ദിസ് വെർട്ടെക്സ് ഓൾസോ ഇൻ ദ സെയിം വേ. അത് നമ്മൾ ഡിസൈഡ് ചെയ്യണം എന്നാണ്. ഓക്കെ, അപ്പോൾ അത് വരച്ച് നോക്കേണ്ട കാര്യമില്ല. വരച്ച് നോക്കാതെ തന്നെ നമുക്ക് പറയാം. കാരണം ഈ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് ഡയമീറ്ററായിട്ട് ഒരു സെമി സർക്കിൾ വരച്ചാൽ ദാറ്റ് സെമി സർക്കിൾ വിൽ പാസ് ത്രൂ ദിസ് വെർട്ടെക്സ്. ഓക്കെ, അപ്പോൾ ദിസ് വെർട്ടെക്സ് ഈസ് ഓൺ ദ സർക്കിൾ. അപ്പോൾ if it is on the circle, this will be inside the circle and this will be outside the circle. മാത്രമല്ല we have studied that if any point on the circle is joined to both ends of the diameter, the angle formed is right angle. If any point inside the circle is joined to both ends of the diameter, then the angle formed is obtuse. If any point outside the circle is joined to both ends of the diameter, then the angle formed is acute. ഇതൊക്കെ കഴിഞ്ഞ ദിവസം പഠിച്ചാണ്. So we can say that നമുക്ക് ഇതിന് പേര് കൊടുക്കാം. A, B, C, D, E എന്നിങ്ങനെ പേര് കൊടുക്കാം. Then the point E is outside the circle, D is on the circle and C is inside the circle എന്ന് എഴുതി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ഫിഗർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫോർ ഈച്ച് ഡയഗണൽ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഷോൺ ചെക്ക് വെദർ ദി അതർ ടു കോർണേഴ്സ് ആർ ഇൻസൈഡ്, ഓൺ ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ വിത്ത് ദാറ്റ് ഡയഗണൽ ആസ് ഡയമീറ്റർ. ഈ ഫിഗർ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ റഫ് ഫിഗറായിട്ട് വരയ്ക്കാം. ഓക്കെ, ഇവിടെ ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ 110 വരുന്ന രീതിയിൽ, ഇവിടെ ഒരു അക്യൂട്ട് ആംഗിൾ 55 വരുന്ന രീതിയിൽ, ഇവിടെ 105 വരുന്ന രീതിയിൽ. ഈ കണ്ടു കഴിഞ്ഞാൽ ഫിഗർ ഏകദേശം ഇതേപോലെ തന്നെ വേണമെന്നുള്ള എക്സാക്റ്റ് മെഷേഴ്സിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഇവിടെ 110, 105, 65 എന്നൊക്കെ എഴുതിയതിന് ശേഷം എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ചെക്ക് വെദർ ദി other two corners are inside, on or outside the circle with that diagonal as diameter. അതായത് ഇങ്ങനെ ഒരു ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ ആ ഡയഗണലിൻ്റെ എൻഡിലായിരിക്കും ഈ വെർട്ടെക്സും ഈ വെർട്ടെക്സും. അതർ ടു വെർട്ടീസസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഡയഗണലിന് അപ്പുറവും ഇപ്പുറമുള്ള വെർട്ടീസസ് ആണ്. ഈ വെർട്ടെക്സും ഈ വെർട്ടെക്സും. ഈ വെർട്ടെക്സ് ഈ ഡയഗണൽ ഒരു ഡയമീറ്റർ ആവുന്ന രീതിയിൽ സർക്കിൾ വരച്ചാൽ ഈ വെർട്ടെക്സ് സർക്കിളിൻ്റെ ഉള്ളിലാണോ പുറത്താണോ, ഈ വെർട്ടെക്സ് സർക്കിളിൻ്റെ ഉള്ളിലാണോ പുറത്താണോ, അതാണ് ക്വസ്റ്റ്യൻ.
ഈ ഡയഗണൽ മാത്രം വരച്ചാൽ പോരാ, ഈ ഡയഗണലും വരയ്ക്കണം. ഈ ഡയഗണൽ വരച്ചാലും രണ്ട് വെർട്ടീസസ് എന്തായിരിക്കും, ഈ ഡയഗണലിൻ്റെ രണ്ട് ഭാഗത്തായിരിക്കും, ഈ വെർട്ടെക്സും ഈ വെർട്ടെക്സും. അപ്പോൾ അതർ ടു വെർട്ടീസസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് വെർട്ടീസസ് ആണ്. അപ്പോൾ ഈ ഡയഗണലിൽ സെമി സർക്കിൾ ആയിക്കൊണ്ട് ഡയമീറ്റർ ആയിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ചാൽ ഈ വെർട്ടെക്സ് സർക്കിളിലാണോ, സർക്കിളിൻ്റെ പുറത്താണോ, ഉള്ളിലാണോ, അതേപോലെ ഈ വെർട്ടെക്സ് സർക്കിളിൻ്റെ ഉള്ളിലാണോ, പുറത്താണോ, സർക്കിളിലാണോ, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ റഫ് ഫിഗർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ സിംപിളി വരച്ചാൽ മതി. ഇത് 70 എന്ന് മാർക്ക് ചെയ്യുന്നു, ടെക്സ്റ്റ് ബുക്കിലുള്ളതുപോലെ. അടുത്ത് നമ്മളിവിടെ ഒരു പോയിൻ്റ് എടുത്ത് ഇങ്ങോട്ട് വരയ്ക്കുന്നു, ഇവിടെ നിന്ന് ഇവിടേക്ക് വരയ്ക്കുന്നു. ഈ ആംഗിള് 105 ഡിഗ്രിയാണ്. ഇത് 110 ഡിഗ്രിയാണ്. ഓക്കെ, നമുക്കിതിന് പേര് കൊടുക്കാം. എ ബി സി ഡി. ഓക്കെ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? ക്വസ്റ്റ്യൻ 2 ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ 2. ഇനി ഈ ഫോർത്ത് ആംഗിൾ നമ്മൾ കണ്ടെത്തുക. വി ഹാവ് സ്റ്റഡി ദാറ്റ് സം ഓഫ് 4 ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് 360 ഡിഗ്രി. 8th സ്റ്റാൻഡേർഡ് പഠിക്കുന്നതാണ്. അപ്പോൾ 3 ആംഗിൾസിൻ്റെ മെഷേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഫോർത്ത് ആംഗിളിലെ മെഷേഴ്സ് നമ്മൾ കണ്ടെത്തുന്നു. 110 + 105 എന്ന് പറഞ്ഞാൽ 215. ഓക്കെ, 215 + 70 285. അപ്പോൾ 285 എന്ത് ചെയ്യുക, 360 എന്ന് മൈനസ് ചെയ്യുക, 285. Then you will get what? 75 എന്ന് കിട്ടും. ഓക്കെ, 75 ഡിഗ്രി. ഈ 3 ആംഗിൾസിൻ്റെ സം എടുക്കുന്നു. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു, 360യിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. ബിക്കോസ് ദ സം ഓഫ് 4 ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് 360 ഡിഗ്രി. Then this angle is, measure of that angle is written here, 75 degree. അപ്പോൾ ഇത് ഒബ്റ്റ്യൂസ് ആംഗിളാണ്, ഇത് ഒബ്റ്റ്യൂസ് ആംഗിളാണ്, ഇത് അക്യൂട്ടാണ്, ഇത് അക്യൂട്ടാണ്. ഇനി രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, ഈ ഡയഗണൽ വരയ്ക്കുന്നു. എ സി എന്ന ഡയഗണൽ വരച്ചുകൊണ്ട് ഇത് ഒരു ഡയമീറ്റർ ആവുന്ന രീതിയിൽ ഒരു സർക്കിൾ വരച്ചും ചരിക്കുക. അപ്പോൾ സർക്കിൾ ഇങ്ങനെ പാസ് ചെയ്യും. അപ്പോൾ where will be this point, this vertex? Is it inside the circle, outside the circle, or on the circle? എന്നാണ് question. It is an acute angle, therefore this will be outside the circle. And this also is an acute angle, therefore this also will be outside the circle. Okay. അപ്പോൾ if a circle is drawn with BDS diameter, okay, എന്ത് സംഭവിക്കുന്നു? AC as a diameter. If a circle is drawn with AC as diameter, what happens? D and B are outside the circle. Okay. ഇനി അടുത്ത ഡയമീറ്റർ വരയ്ക്കുന്നു, അടുത്ത ഡയഗണൽ വരയ്ക്കുന്നു.
This is the next diagonal. എന്നിട്ട് ഈ ഡയഗണൽ ഡയമീറ്റർ ആവുന്ന രീതിയിൽ, അതായത് ഇതിൻ്റെ മിഡ് പോയിൻറ്റിൽ കോമ്പസ് വെച്ച് ഇവിടെ പെൻസിൽ തൊടിയിക്കുക, ഇവിടെയും പെൻസിൽ തൊടുന്ന രീതിയിൽ നമ്മൾ സർക്കിൾ വരച്ചാൽ സർക്കിൾ വിൽ പാസ് ത്രൂ B and D and the circle will be passing like this. Okay. അങ്ങനെ ആകുമ്പോൾ whether A and C are inside or outside or on the circle, അതാണ് question. But this is an obtuse angle, this also is an obtuse angle, therefore A and C both will be inside the circle. Okay, A will be inside the circle and C also will be inside the circle. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു സെൻറ്റൻസ് നിങ്ങൾ എഴുതുക. ഇപ്പോൾ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് ACS ഡയമീറ്റർ എന്നുള്ളതിന് പകരം BD ആസ് ഡയമീറ്റർ. ഓക്കെ, D and B ആർ ഔട്ട്സൈഡ് ദ സർക്കിൾ എന്നുള്ളതിന് പകരം A and C ആർ ഇൻസൈഡ് ദ സർക്കിൾ. ഇവിടെ ഇൻസൈഡ് ദ സർക്കിൾ എന്ന് എഴുതുക. ഓക്കെ, ബിക്കോസ് ദീസ് ടു ആംഗിൾസ് ആർ ഒബ്റ്റ്യൂസ് ആംഗിൾസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Third question, if circles are drawn with each side of a triangle of sides 5 centimeters, 12 centimeters and 13 centimeters as diameters, then with respect to each circle, where would be the third vertex? Okay, ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് 5 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ ആൻഡ് 13 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയുള്ള ഒരു ട്രയാങ്കിൾ വരച്ചുകൊണ്ട് ആ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡ്സും ഡയമീറ്ററായിട്ട് സർക്കിൾസ് വരയ്ക്കുക. അപ്പോൾ 3 സൈഡ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ആ 3 സൈഡ്സിൻ്റെയും മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് അത് സെൻറ്ററായിക്കൊണ്ട് ഓരോ സൈഡും ഡയമീറ്റർ ആവുന്ന രീതിയിൽ സർക്കിൾസ് വരയ്ക്കുക. അങ്ങനെ വരയ്ക്കുമ്പോൾ then with respect to each circle, where would be the third vertex? Okay, 5 centimeter ലെങ്ത് ഉള്ള സൈഡ് ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുമ്പം ആ സൈഡിൻ്റെ 2 എൻഡ് പോയിൻ്റ് അല്ലാതെ മറ്റൊരു വെർട്ടെക്സ് ഉണ്ടാവും. അതാണ് തേർഡ് വെർട്ടെക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഓരോ സന്ദർഭത്തിലുള്ള തേർഡ് വെർട്ടെക്സ് ഏതാണെന്ന് നോക്കി ആ തേർഡ് വെർട്ടെക്സ് വെദർ ഇറ്റ് വിൽ ബി ഇൻസൈഡ് ദ സർക്കിൾ, ഓൺ ദ സർക്കിൾ ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ എന്ന് എഴുതണം. ഓക്കെ, വേർ വുഡ് ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊസിഷനാണ് നമ്മൾ എഴുതേണ്ടത്. ഇപ്പോൾ 2 രീതിയിൽ ചെയ്യാം ഇതിനെ ആൻസർ. ഒന്ന് ആ എക്സാക്റ്റ് മെഷറുള്ള ട്രയാങ്കിൾ വരച്ചുകൊണ്ട് തന്നെ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ 3. ഒരു മെത്തേഡ് അതാണ്, എക്സാക്റ്റ് മെഷേഴ്സ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് ട്രയാങ്കിൾ വരച്ചുകൊണ്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് 0 സ്റ്റാർട്ട് ചെയ്തു, എവിടം വരെ 13 വരെ വരച്ചു. സോ ദിസ് ഈസ് 13 സെൻറ്റിമീറ്റർ. ഇനി 2 സൈഡ്സും കൂടെ ഉണ്ട്, ഒന്ന് 5 ആണ്, ഒന്ന് 12 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ 12 സെൻറ്റിമീറ്റർ എടുത്തു. 12 സെൻറ്റിമീറ്റർ കോമ്പസിൽ അളന്നെടുത്തതിന് ശേഷം വിൽ ഡ്രോ ലൈക്ക് ദിസ്. നെക്സ്റ്റ് സൈഡ് ഈസ് 5 സെൻറ്റിമീറ്റർ പ്ലസ് 5 സെൻറ്റിമീറ്റർ ഇതേപോലെ മെഷർ ചെയ്തെടുക്കുന്നു. ഇത് ഈ പോയിന്റിൽ വെച്ച് വരയ്ക്കുന്നു. then we got a point of intersection. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ആദ്യം വരച്ചിരിക്കുന്ന ലൈൻ സെഗ്മെൻറ്റിൻ്റെ 2 എൻഡിലേക്കും വരയ്ക്കുന്നു. and this is 12 centimeter and this one is 5 centimeter. okay, ഇപ്പോൾ ഈ ഫിഗർ നോക്കുമ്പോൾ ഒരു ആംഗിൾ 98 നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, അതിവിടെ
സെറ്റ് സ്ക്വയർ വെച്ച് നോക്കി നമുക്ക് മനസ്സിലാവും ദിസ് ആംഗിൾ ഈസ് 90. ഓക്കെ, അപ്പോൾ ഇത് 90 ആണെങ്കിൽ ഇത് രണ്ടും അക്യൂട്ട് ആംഗിൾസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇനി ഈ സൈഡ് ഡയമീറ്റർ ആയിക്കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നു എന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ ഈ 13ൻ്റെ മിഡ് പോയിൻറ്റ് 6.5 കോമ്പസ് വെക്കുന്നു. പെൻസിൽ ഇവിടെ ടച്ച് ചെയ്യിക്കുക, ഇവിടെയും ടച്ച് ചെയ്യും, എന്നിട്ട് സർക്കിൾ വരയ്ക്കുക. അങ്ങനെ സർക്കിൾ വരച്ചാൽ സിൻസ് ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി, ദിസ് പോയിൻ്റ് വിൽ ബി ഓൺ ദ സർക്കിൾ. ഓക്കെ, അപ്പോൾ നമുക്കിതിന് പേര് കൊടുക്കാം. ട്രയാങ്കിളിന് ട്രയാങ്കിൾ ABC. അതിനുശേഷം നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? വിത്ത് AB as diameter, a circle is drawn. C is on the circle. C is on the circle. Okay. ഇത് acute angle ആണ്, ഇതും acute angle ആണ്. So with BC as diameter, a circle is drawn. Then A is outside the circle. With AC as diameter, a circle is drawn. Then B is outside the circle. ഇങ്ങനെ നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, ഈ 5ൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 2.5 സെൻറ്റിമീറ്ററിലായിരിക്കും. ഇവിടെ കോമ്പസ് വെച്ച് പെൻസിൽ ഇവിടെ ടച്ച് ചെയ്യിച്ചാൽ ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ ഇറ്റ് വിൽ പാസ് ത്രൂ B ഓൾസോ. ദെൻ A വിൽ ബി ഔട്ട്സൈഡ് ദ സർക്കിൾ. ഓക്കെ, ഇറ്റ്സ് ലെങ്ത് ഈസ് 12 സെൻറ്റിമീറ്റർ. therefore 6 സെൻറ്റിമീറ്റർ വിൽ ബി ദ റേഡിയസ്. ഓക്കെ, മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്താൽ ഇവിടുന്ന് ഇങ്ങോട്ട് 6 സെൻറ്റിമീറ്ററുള്ള ഒരു പോയിൻ്റാണ് കിട്ടുക, അകലെയുള്ളൊരു പോയിൻ്റാണ് കിട്ടുക. ഇവിടെ കോമ്പസ് വെച്ചുകൊണ്ട് വെൻ വി ഡ്രോ എ സർക്കിൾ, വാട്ട് വിൽ ഹാപ്പൻ? ദിസ് പോയിൻ്റ് വിൽ ബി ഔട്ട്സൈഡ് ദ സർക്കിൾ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എഴുതുക. ഇഫ് എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് AB ആസ് ഡയമീറ്റർ, C വിൽ ബി ഓൺ ദ സർക്കിൾ. ഓക്കെ, ഇഫ് എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് BC ആസ് ഡയമീറ്റർ, A will be outside the circle. Okay, if a circle is drawn with AC as diameter, the point B will be outside the circle. എന്നെഴുതും. ഇതിങ്ങനെ വരച്ച കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് വരയ്ക്കാതെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതുപോലുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ചെക്ക് ചെയ്യണം വെദർ ഇറ്റ് ഈസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഓർ നോട്ട്. ഓക്കെ, ഇതിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നോട്ട്ബുക്കിൽ വരയ്ക്കാൻ പറ്റുന്ന വലിപ്പത്തിലുള്ള മെഷേഴ്സ്, അത് പറ്റുന്ന രീതിയിലുള്ള മെഷേഴ്സ് തന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇത് ഒരു മെത്തേഡാണ്. ഓക്കെ, മറ്റൊരു മെത്തേഡ് എന്താണ്? ഇതിൻ്റെ മെഷേഴ്സ് നോക്കിക്കൊണ്ട് നമ്മളിത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണോ അല്ലേ എന്ന് തീരുമാനിക്കാം. റൈറ്റ് ട്രയാങ്കിളിലെ പ്രത്യേകത, വി ഹാവ് സ്റ്റഡീഡ് ദാറ്റ് സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് 2 sides will be equal to the square of the third side. Okay, base square plus altitude square is equal to hypotenuse square എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ 3 സൈഡ്സിൻ്റെ സ്ക്വയേഴ്സ് കണ്ടിട്ട് ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണോ അല്ലേ എന്ന് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ 12 സ്ക്വയർ is equal to 144. 5 square is equal to 25. Okay, then 13 square is equal to 169. 13 square is equal to 169. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൽ ചെറിയ രണ്ട് സൈഡ്സ്, അപ്പോൾ ഇങ്ങനെ ഫിഗറൊന്നും വരച്ചിട്ടില്ലെങ്കിൽ പോലും ചെറിയ രണ്ട് മെഷേഴ്സ്, ഓക്കെ, 5 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ, 13 സെൻറ്റിമീറ്റർ. ഇതിലേറ്റവും വലുത് 13 ആണ്. ആ 13 അവിടെ മാറ്റി വെച്ച് മറ്റ് രണ്ട് നമ്പേഴ്സിൻ്റെയും സ്ക്വയേഴ്സ് ആഡ് ചെയ്യുന്നു. then we'll get what? 169 എന്ന് കിട്ടുന്നു. അത് തന്നെയാണ് ഇതും. So we can say that any one of these two is base and the other one is altitude. So base square plus altitude square is equal to 169. Okay, the square of the third side, that is hypotenuse square, that also is 69. Okay, so here 5 square plus 12 square is equal to 13 square. Therefore triangle is what? Right.
റൈറ്റ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ സൈഡ് 13 ആണ്. ഈ 13 ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടെക്സ് ആണത് സി. അപ്പോൾ ദാറ്റ് വിൽ ബി ഓൺ ദ സർക്കിൾ, ദി അതർ ടു വിൽ ബി outside the circle. Okay, so we can say what? The side 13 centimeter is hypotenuse, the other two sides are base and altitude. Therefore, the angle opposite to 13 is a right angle. The other two angles are acute angles. Therefore, if a circle is drawn with a side of length 13 centimeter as diameter, the opposite vertex is on the circle. Okay. If circles are drawn with sides of length 5 centimeter and 12 centimeter as diameters, third vertices will be outside the circle. അങ്ങനെ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ സെൻറ്റൻസിലാക്കി എഴുതി വെക്കുക. നെക്സ്റ്റ് വൺ മോർ ക്വസ്റ്റ്യൻ വി ക്യാൻ ഡിസ്കസ് നൗ. See, fourth question ആണ്. In the picture, a circle is drawn with a line as diameter and a smaller circle with half the line as diameter. Prove that any chord of the larger circle through the point where the circles meet is bisected by the small circle. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സൈഡ് ഡയമീറ്റർ ആയിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, ഇതിൻ്റെ പകുതി ഡിസ്റ്റൻസ് ഡയമീറ്റർ ആയിക്കൊണ്ട്, ലെങ്ത്ത് ഡയമീറ്റർ ആയിക്കൊണ്ട് മറ്റൊരു സർക്കിൾ വരച്ചു. ഓക്കെ, ഈ ഡയമീറ്ററിൻ്റെ ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ ഡയമീറ്ററിൻ്റെ ലെങ്ത്ത്, അതായത് ഡയമീറ്റർ ഓഫ് ദ സ്മോളർ സർക്കിൾ, അതിൻ്റെ ലെങ്ത്ത് 4ൻ്റെ പകുതി 2 സെൻറ്റിമീറ്റർ ആവുന്ന രീതിയിൽ സർക്കിൾ വരയ്ക്കുക. ഈ രണ്ട് സർക്കിളിനും ഒരു കോമൺ പോയിൻ്റ് ഉണ്ട്. ഓക്കെ, ഏതാണ് കോമൺ പോയിൻ്റ്? ഇതാണ് കോമൺ പോയിൻ്റ്. ഓക്കെ, ദിസ് ഇസ് സ്മോളർ സർക്കിൾ ആൻഡ് ദ ലാർജ് സർക്കിൾ ബോത്ത് ടച്ച് അറ്റ് എ പോയിൻ്റ്. ആ രീതിയിൽ വരയ്ക്കുന്നു. അപ്പോൾ വരയ്ക്കുന്നതിന് പ്രത്യേകത എന്താണ്? ഈ ലാർജർ സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ പകുതിയാണ് ഈ സ്മോളർ സർക്കിളിൻ്റെ ഡയമീറ്റർ. അപ്പോൾ റേഡിയസും അങ്ങനെ തന്നെ ആയിരിക്കും. വലിയതിൻ്റെ റേഡിയസ് എത്രയാണോ അതിൻ്റെ പകുതി ആയിരിക്കും ഇത് ചെറുതിൻ്റെ റേഡിയസ്. ആ രീതിയിലാണ് ഈ രണ്ട് സർക്കിൾസും വരയ്ക്കുന്നത്. എന്നിട്ട് ഈ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് 2 സർക്കിൾസ്, ആ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു കോഡ് വരയ്ക്കുന്നു. ലാർജർ സർക്കിളിന് ഒരു കോഡ് വരയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് ഈ സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു കോഡ് വരയ്ക്കുന്നത്. ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങോട്ട് വരയ്ക്കാം, ഇവിടേക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ ഈ സൈഡിലേക്കൊക്കെ വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഓക്കെ, അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്? ദ സ്മോളർ സർക്കിൾ, ഈ സ്മോളർ സർക്കിൾ ബൈസെക്ട്സ് ദ കോഡ്, ഈ കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ കോഡിൻ്റെ മിഡ് പോയിൻറ്റിലൂടെയാണ്, ഈ പോയിൻ്റ് മിഡ് പോയിൻ്റാണ്, ഈ പോയിൻറ്റിലൂടെയാണ് ഏത് സർക്കിൾ പാസ് ചെയ്യുന്നത്? സ്മോളർ സർക്കിൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഈ കോഡിൻ്റെ മിഡ് പോയിൻറ്റിലൂടെ ആയിരിക്കും എന്ത് പാസ് ചെയ്യുന്നത്? ഈ സ്മോളർ സർക്കിൾ പാസ് ചെയ്യുന്നതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് ദ സ്മോളർ സർക്കിൾ ബൈസെക്ട്സ് ദ കോഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ പ്രൂഫ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആശയം എന്താണ്? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് എന്നുള്ള ആശയം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആൻസറിലേക്ക് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ 4, നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു. ആദ്യം തന്നെ
നമുക്ക് വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ 4 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്റർ എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ 4 സെൻറ്റിമീറ്ററിലുള്ള ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, ഫോറും 2 എടുക്കുക, അല്ലെങ്കിൽ 6ഉം 3 എടുക്കുക, അല്ലെ 2ഉം 1 എടുക്കുക. ആ രീതിയിൽ എടുത്തുകൊണ്ട് ചെയ്താൽ മതി. അപ്പോൾ 4 സെൻറ്റിമീറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേർ പകുതി എടുക്കുന്നു. ടു സെൻറ്റിമീറ്റർ ഈ പോയിന്റിൽ തന്നെ ഈ പോയിന്റിൽ വെച്ചുകൊണ്ട് ഇവിടെ മാർക്ക് ചെയ്യുന്നു, പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. അപ്പോൾ ഇവിടെ വെച്ചുകൊണ്ട് വരച്ചു കഴിഞ്ഞാൽ ഗെറ്റ് എ സർക്കിൾ ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ആദ്യം 4 സെൻറ്റിമീറ്റർ റേഡിയസ് ആണ്. ഓക്കെ, 4 സെൻറ്റിമീറ്റർ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഡയമീറ്റർ എത്രയാണ്? 8 ആണ്. അപ്പോൾ ലാർജ് സർക്കിളിൻ്റെ ഡയമീറ്റർ 8 ആണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2 സെൻറ്റിമീറ്റർ റേഡിയസ്. അപ്പോൾ ഈ സ്മോളർ സർക്കിളിൻ്റെ റേഡിയസ് ആണ് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഡയമീറ്റർ എത്രയാവും? 4 സെൻറ്റിമീറ്റർ ആവും. അപ്പോൾ ആദ്യത്തതിൻ്റെ ഡയമീറ്റർ എത്രയാണോ അതിൻ്റെ നേർ പകുതി ആയിരിക്കണം രണ്ടാമത്തതിൻ്റെ ഡയമീറ്റർ. അല്ലെങ്കിൽ ആദ്യത്തതിൻ്റെ റേഡിയസ് എത്രയാണോ അതിൻ്റെ നേർ പകുതി ആയിരിക്കണം രണ്ടാമത്തതിൻ്റെ റേഡിയസ്. ആ രീതിയിൽ നമ്മൾ സർക്കിൾസ് വരയ്ക്കുന്നു. ഈ രണ്ട് സർക്കിൾസിൻ്റെയും കോമൺ പോയിൻ്റ് ഇതാണ്. ഓക്കെ, ബോത്ത് സർക്കിൾസ് ടച്ച് അറ്റ് ദിസ് പോയിൻ്റ്. ഇനി നമ്മൾ ഈ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? എങ്ങോട്ടെങ്കിലും ഒരു കോഡ് വരയ്ക്കുന്നു. ഫ്രം ദിസ് പോയിന്റ് എ കോഡ് ഈസ് ഡ്രോൺ. അങ്ങനെയാണെങ്കിൽ ഈ സ്മോളർ സർക്കിൾ ബൈസെക്ട്സ് ദിസ് കോഡ്. അതായത് ഈ പോയിൻ്റ് എന്താണ്? ഈ കോഡിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ മിഡ് പോയിൻ്റ് ആയിരിക്കും തെളിയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അളന്ന് നോക്കിയിട്ട് തെളിയിക്കുകയല്ല, നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, പ്രൂവ് ദാറ്റ് ദിസ് എ സ്മോളർ സർക്കിൾ ബൈസെക്ട്സ് ദി കോഡ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ യൂസിങ് ദ ഐഡിയ ദാറ്റ് വി ഹാവ് സ്റ്റഡീഡ് സോ ഫാർ ഇൻ ദിസ് ലെസൺ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇതാണ്. വളരെ സിമ്പിളാണ്. ഈ പോയിൻറ്റും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ യു ക്യാൻ സീ ഇവിടെ നിങ്ങൾക്കൊരു ആംഗിൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് സ്മോളർ സർക്കിളിൻ്റെ ഡയമീറ്ററാണിത്. അപ്പോൾ ഈ സർക്കിളിലുള്ള ഒരു പോയിൻറ്റിനെ നമ്മൾ ഡയമീറ്ററിൻ്റെ ഈ വെർട്ടെക്സിലേക്കും ഈ വെർട്ടെക്സിലേക്കും ജോയിൻ ചെയ്ത പോലെയാണ്. അപ്പോൾ ദിസ് ആംഗിൾ ഈസ് എ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. ഈ ചെറിയ സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സെമി സർക്കിളാണ്. അപ്പോൾ ദിസ് ആംഗിൾ ഈസ് എ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ, ദെർഫോർ ദിസ് ഈസ് 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇനി വലിയ സർക്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് ദിസ് ഈസ് ദ കോഡ് ആൻഡ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ കോഡ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 8ാം ക്ലാസ്സിൽ. The perpendicular drawn from the center to the chord bisects the chord. Okay, perpendicular drawn from the center to the chord bisects the chord. ഏതൊരു സർക്കിളിലാണെങ്കിലും ഒരു കോഡിലേക്ക് സെൻറ്ററിൽ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ദാറ്റ് പെർപെൻഡിക്കുലർ വിൽ ബൈസെക്ട് ദ കോഡ്. ഓക്കെ, therefore this point bisects the chord. And this point is the point through which the smaller circle passes. Therefore, we can say that the smaller circle bisects the chord. Okay. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ പേരൊക്കെ കൊടുക്കുക. എ ബി എന്ന് കൊടുക്കുക. എ ബി is the diameter of the larger circle. ഈ പോയിന്റ് നമുക്ക് സി എന്ന് വിളിക്കാം. ഇത് ഡി. അപ്പോൾ എ ഡി is the chord and this point is P. Okay, P is the point where the circle intersects the
കോഡ് എ ഡി. ഓക്കെ, അപ്പോൾ ആൻസറിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ പേരൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ എഴുതുന്നതെന്ന് ഡ്രോ പി സി, പിയും സിയും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുക. ഓക്കെ, നൗ ആംഗിൾ എ പി സി ഈസ് 90 ഡിഗ്രി. അതിനുള്ള റീസണായിട്ട് നമ്മൾ എഴുതുന്നത് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. ഓക്കെ, സെമി സർക്കിളിലെ ആംഗിൾ 90 ഡിഗ്രി ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആംഗിൾ എ പി സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് എഴുതാൻ കാരണം. ഓക്കെ, therefore സി പി ഈസ് പെർപെൻഡിക്കുലർ ടു എ ഡി. അപ്പോൾ ഈ സി പി എന്താ, ഇപ്പം ഇവിടെ 90 വന്നല്ലോ, അപ്പോൾ പെർപെൻഡിക്കുലറായി. എന്തിന് പെർപെൻഡിക്കുലറായി? എ ഡി. ഓക്കെ, എ ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കോഡ്. ഓക്കെ, എ ഡിയുടെ അടുത്ത് കോഡെന്ന് എഴുതിയതിന് കാരണം ഇതാണ് ഈ കോഡ് ക്വസ്റ്റ്യനിൽ പറയുന്ന ഈ കോഡിന് പെർപെൻഡിക്കുലറാണ് ഇത് സി പി. ഓക്കെ, സി പി ഈസ് പെർപെൻഡിക്കുലർ ടു എ ഡി. ആൻഡ് വാട്ട് ഈസ് സി പി? സി പി ഈസ് ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദ സെൻറ്റർ. ഓക്കെ, യെസ്. Since C is the center of larger circle, larger circle സെൻറ്റർ ആണ് ഏത്? സി. അങ്ങനെ സെൻറ്റർ ആയതുകൊണ്ട് നൗ എന്ത് സംഭവിക്കുന്നു? സി പി bisects എ ഡി. സി പി എ ഡിയെ ബൈസെക്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് സ്മോളർ സർക്കിൾ bisects എ ഡി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫിഗറൊക്കെ വരച്ചു, പേരൊക്കെ കൊടുത്തു, അതിനുശേഷം ഡ്രോ പി സി. ഡ്രോ പി സി മീൻസ് ജോയിൻ പി ആൻഡ് സി വിത്ത് എ ലൈൻ സെഗ്മെൻറ്റ്. ഓക്കെ, നൗ ആംഗിൾ എ പി സി ഈസ് 90 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ 90 ആവുന്നു. ദ റീസൺ ഈസ് ദാറ്റ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ സെമി സർക്കിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്? ഈ സ്മോളർ സെമി സർക്കിളാണ്. ഓക്കെ, സ്മോളർ സർക്കിളിൻ്റെ ഹാഫായിരിക്കുന്ന ഈ സെമി സർക്കിളാണ് ഉദ്ദേശിക്കുന്നത്. സിൻസ് സി ഈസ് ദ സെൻറ്റർ ഓഫ് ലാർജർ സർക്കിൾ, ഇത് സെൻറ്റർ ആയതുകൊണ്ട്, സെൻറ്റർ അല്ലാത്ത മറ്റേതെങ്കിലും പോയിൻ്റിൽ നിന്നാണ് ഇങ്ങനെ പെർപെൻഡിക്കുലർ കിട്ടുന്നതെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി ബൈസെക്റ്റഡ്. ഓക്കെ, അതുകൊണ്ടാണ് സി ഈസ് ദ സെൻറ്റർ എന്ന് പ്രത്യേകം എഴുതാൻ കാരണം. സിൻസ് സി ഈസ് ദ സെൻറ്റർ ഓഫ് ലാർജർ സർക്കിൾ, നൗ സി പി ബൈസെക്ട്സ് എ ഡി. ഓക്കെ, നൗ ഒന്ന് വേണമെന്നില്ല, എന്ത് ചെയ്യുക? സി പി ബൈസെക്ട്സ് എ ഡി. സി പി എ ഡിയെ ബൈസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പോയിൻ്റാണ് ശരിക്കും ബൈസെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിന്റിലൂടെയാണ് അത് പാസ് ചെയ്യുന്നത്, സ്മോളർ സർക്കിൾ പാസ് ചെയ്യുന്നത്. therefore we can write that smaller circle bisects എ ഡി. ഓക്കെ, ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് കൂടി ഈ എക്സസൈസിൽ ബാക്കിയുണ്ട്. ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് we can discuss in the next class. So thank you for watching. See you next time.